ഒരാൾ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക, മദ്യപിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെമ്മാടിത്തരത്തിൽ ചെന്നുപോയി പെട്ടു, ഒരു റോങ് ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ പെട്ടു, അവൻ അങ്ങ് നശിച്ചു എന്ന് വിചാരിക്കുക. ലാ തുദ്ഹിരി ശമാത, അത് കണ്ടുകൊണ്ട് നീ സന്തോഷിക്കരുത്. അയൽപക്കക്കാരനായ വീട്ടിലെ കുട്ടി ലഹരിക്കടിമയായി അവന്റെ വീട്ടുകാർ മുഴുവനും അവനെ കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാണുമ്പോ, കണ്ടില്ലേ എന്റെ മക്കൾ എന്താ, അവന്റെ മക്കളുടെ അവസ്ഥ നോക്ക് എന്ന് നീ പറയല്ലേ. പുണ്യനബി തങ്ങൾ പറയാ, ഇമ്മാ അൻ യുആഫിയഹുല്ലാഹ്, ആ കുട്ടിക്ക് അല്ലാഹു ശിഫ കൊടുക്കും, ആ വീട്ടുകാർക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കും. ആ വീട്ടുകാരനെ കുട്ടിക്കുണ്ടായ ഏതു പ്രയാസം കണ്ടുകൊണ്ടാണോ നീ സന്തോഷിച്ചിരുന്നത്, ആ പ്രയാസം നിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അറിവുകളിൽ നമ്മൾ അറിയേണ്ട വലിയൊരു അറിവാണ്. ഇത് നമ്മൾ അറിയാതെ പോകരുത്. നമ്മൾ ആരുടെ പരാജയം കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്. ആ മനുഷ്യൻ വിജയിച്ചു മുന്നേറുകയും ഈ സന്തോഷിച്ച് കൈയടിച്ച നിങ്ങൾക്ക് ആ പരീക്ഷണം അല്ലാഹു തിരിച്ചു തന്നുകൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ പറയേണ്ടത് എന്താ? അല്ലാഹുവേ, നീ നിന്റെ ദേഷ്യം കൊണ്ട് എനിക്ക് അസുഖം തന്നതാവരുത് റബ്ബേ. പരീക്ഷണമായിക്കോട്ടെ. അമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടില്ലയോ? അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ? മുസ്തഫ നബി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടില്ല. അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ച നബി നമ്മുടെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂലിനോളം പ്രയാസം അനുഭവിച്ച ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. ഫൽ അംസലു ഫൽ അംസൽ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ഒരു കാറ്റഗറിയോട് ചേർന്ന് വരുന്ന ആളുകൾ അതിൻ്റെ തൊട്ടുതാഴെ. അങ്ങനെ പിറകോട്ട് ഏറ്റവും മുമ്പിൽ പ്രയാസം കൂടുതൽ അനുഭവിച്ചതാരാ? നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാൻ പറ്റുമോ ആ പ്രയാസം അനുഭവിച്ചത് കുരുത്തക്കേടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുവേ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലെങ്കിൽ എൻ്റെ കാല് ചോര വന്നൊലിക്കുന്ന ഈ വ്രണങ്ങളും മുറിവും ഈ പ്രയാസവും നിസ്സഹായാവസ്ഥയും എന്നെ ആളുകൾ അട്ടിയോടിച്ചതും കൂക്കി വിളിച്ചതും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നീ എന്നോട് ദേഷ്യപ്പെടരുത്. അഊദു ബിവജ്ഹികൽ അഊദു ബിനൂരി വജ്ഹികല്ലദി അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ്ദുനിയാ വൽ ആഖിറ. പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം, ആ പ്രകാശം കൊണ്ടല്ലയോ പ്രപഞ്ചം മുഴുവനും പ്രഭ പൂണ്ടത്. അഊദു ബിനൂരി വജ്ഹികല്ലദി അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ്ദുനിയാ വൽ ആഖിറ. ഈ ലോകത്തിൻ്റെയും ആഖിറത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹൃതമാകുന്നത് റബ്ബേ നിന്റെ പ്രകാശത്തിൻ്റെ ബർക്കത്ത് കൊണ്ടാണല്ലോ റബ്ബേ. ആ നൂറിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, അൻയഹുല്ല ബി ഗളബുക്, നിന്റെ ദേഷ്യം എന്നിലേക്ക് ഇറക്കരുത് അല്ലാഹ്, നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ. ഖർനുസ്തആലിബിലെ പാറക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് ഹബീബ് ചെയ്ത ദീർഘമായ ദുആയാണത്. എന്നിട്ട് ഹബീബ് പറഞ്ഞ വാക്കുണ്ട്, ലക്കൽ ഉച്ബാ ഹത്താ തർളാ. പടച്ചവനെ, എന്തൊക്കെയാണെങ്കിലും എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും പടച്ചവനെ നിനക്കാണല്ലാ. ഹത്താ തർളാ, നിനക്ക് മതി വരുന്നതുവരേക്കും. അസുഖത്തിൽ കിടക്കുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ പറയാറുണ്ടോ? ഒരു ചെറിയ കടബാധ്യത വരുമ്പോൾ നമ്മൾ പറയാറുണ്ടോ, റബ്ബേ എന്നാലും നിനക്ക് സ്തുതി അല്ലാ, ഞാൻ ഇത്രയല്ലേ കുടുങ്ങിയിട്ടുള്ളൂ, ഇതിലേറെ കുടുങ്ങിയ ആളുകൾ എത്രയുണ്ട് പടച്ചവനെ, നമ്മൾ പറയാറുണ്ടോ? ലക്കൽ ഉച്ബാ ഹത്താ തർളാ. പടച്ചവനെ, ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനെ പുകഴ്ത്താൻ കഴിയുന്ന വാക്കുകൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും എപ്പോഴും നിനക്കാണല്ലാ സ്തുതി. ലക്കൽ ഉച്ബാ ഹത്താ തർളാ, നിനക്ക് മതി വരുവോളം നിനക്കാണ് റബ്ബേ സ്തുതി. ഒരു പ്രയാസത്തിലാണ് നബി തങ്ങൾ ഇത് പറയുന്നത്. ആ പ്രയാസത്തിൽ നിന്ന് ഹബീബാ നബി തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹു. മുത്തുനബി തങ്ങൾക്ക് 6 മാസം വഹി വരാതിരുന്നപ്പോ
ഒരു പെണ്ണ് വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചു, അവിശ്വാസിനിയായൊരു പെണ്ണ്, അഹജറക ശൈത്വാനുക ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ആയത്തുകൾ ഇറങ്ങിയപ്പോൾ, സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം പുണ്യനിബിതങ്ങൾക്ക് 6 മാസം വഹ്യ് വരാതിരുന്നപ്പോൾ ഹബീബിന് വിഷമമുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു മുശ്രിക്കത്തായ പെണ്ണ് വന്ന് നബിയോട് ചോദിച്ചു, അഹജറക ശൈത്വാനുക, അങ്ങയുടെ പിശാച്ച് അങ്ങയുടെ അരികത്ത് വരാതെയായോ എന്നൊരു പെണ്ണ് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് വല്ലുഹാ എന്ന സൂറത്ത് ഇറങ്ങുന്നത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, എല്ലാം മൂടിക്കളയുന്ന ഒരു ഇരുട്ടിന്റെ ശേഷം ഒരു പ്രഭ വരുന്നത് പോലെ പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം വരുന്നുണ്ട് നബിയേ എന്ന് അല്ലാഹു വിളിച്ചറിയിക്കുകയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അല്ലാഹു ഹബീബേ അങ്ങയെ കൈവടിഞ്ഞിട്ടില്ല നബിയേ, അങ്ങയെ മാറ്റി നിർത്തിയതും അല്ല നബിയേ, വമാ ഖലാ അങ്ങയോട് പിണങ്ങിയതുമല്ല നബിയേ, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു എന്നോട് ഭൂമിയിലേക്ക് അവതരിക്കാൻ പറയുന്ന റബ്ബിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് മാത്രമേ നബിയേ എനിക്ക് അങ്ങയുടെ അരികത്തേക്ക് വരാൻ കഴിയൂ. വഹി അല്ലാഹു പിടിച്ചു വെച്ചു, എനിക്ക് അല്ലാഹുവിന്റെ നിയമത്തെ മറികടന്ന് വരാൻ സാധ്യമല്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് മറുപടിയും പറയുന്നുണ്ട്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്. ഹബീബായ നബിയേ, ത്വായിഫുകാരങ്ങയെ കല്ലെടുത്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ, ത്വായിഫുകാരങ്ങയെ അപമാനിച്ചു കൂക്കി വിളിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, ഹബീബേ അങ്ങയുടെ അരികത്തേക്ക് പോന്നോളൂ നബിയേ, ഞാൻ അങ്ങയെ സ്വീകരിക്കാം. ആകാശലോകങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയാണ്. മനുഷ്യരിൽ ചില ആളുകൾക്ക് അങ്ങയെ കണ്ടുകൂടാ എങ്കിൽ എൻ്റെ ആലമുൽ മലക്കൂത്ത് അങ്ങയെ കാണാൻ കൊതിക്കുകയാണ്. സറൈത മിൻ അല്ലാഹുവിൻ്റെ മാലാഖമാർ മനുഷ്യരുടെയും പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൻ്റെയും അഖദാറുകളെ, ഖദർ ഖലാവുകളെ രേഖപ്പെടുത്തി വെക്കുന്ന ഖലമിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരിടത്തിലേക്ക് അല്ലാഹു എന്നെ ഉയർത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റുൻ നൂറിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രകാശത്തിൻ്റെ സമുദ്രം എന്നാണ് അതിൻ്റെ പേര്. 7 ആകാശങ്ങൾ കടന്നു പോകണമെങ്കിൽ പ്രകാശവേഗതയെക്കാളും കോടാനുകോടി വെലോസിറ്റിയുള്ള ഒരു വേഗതയെ ഹബീബാനുബിതങ്ങൾക്ക് അല്ലാഹു സാധ്യമാക്കി കൊടുക്കണം. അപ്പോഴേ ഈ ദൃശ്യപ്രപഞ്ചം മറികടക്കാൻ കഴിയും. 1 ആകാശം കടക്കണമെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ പോയാൽ പോലും ബില്യൺ കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നാണ് മനുഷ്യന്. അതുകൊണ്ടാണ് വമാ ജഅൽന റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, എൻ്റെ ഹബീബിൻ്റെ കഴിവ്, എൻ്റെ ഹബീബിനെ പറഞ്ഞേച്ച അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് ചേർത്തി വെച്ച് കൊണ്ടുപോകണം. ആ രീതിയിൽ വേണം ഈ മുഅ്ജിസത്തിനെ മനസ്സിലാക്കാൻ. എന്നറിയാത്തവർ, അവർക്ക് ഈ യാത്ര ഒരു പരീക്ഷണമാണ്. അവർക്കത് ഉൾക്കൊള്ളുക സാധ്യമല്ല, വിശ്വസിക്കുകയും സാധ്യമല്ല. എന്നാൽ ഈമാനുള്ള ആളുകൾ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു എന്ന്. അൽ ഖദീറാണ് അല്ലാഹു, അൽ ഖാദിറാണ് അല്ലാഹു, അൽ മുഖ്തദിറാണ് അല്ലാഹു, അൽ ഖവിയാണ് അല്ലാഹു, അൽ അസീസാണ് അല്ലാഹു എന്ന് മനസ്സിലാകുന്ന അസ്മാഉൽ ഹുസ്ന ബോധ്യപ്പെട്ടവർക്ക് മിഅ്റാജ് മനസ്സിലാക്കുക എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉകൾ മനസ്സിലാകാത്തവർക്ക്, റബ്ബിൻ്റെ സിഫാത്തുകൾ മനസ്സിലാകാത്തവർക്ക് മിഅ്റാജ് മനസ്സിലാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഹബീബിൻ്റെ കൂടെ ദീനിലേക്ക് കടന്നു വന്ന 12ഓളം സ്വഹാബിമാരായിരുന്ന ആളുകൾ, 12ഓളം മുഅ്മിനീങ്ങളായിരുന്ന ആളുകൾ ഇസ്രാ മിഅ്റാജ് സംഭവം കേട്ടതിന് ശേഷം ഈമാൻ ഉറക്കാത്തതിൻ്റെ പേരിൽ മുർത്തദ്ദായി പോയിട്ടുണ്ടെന്നാണ് ചരിത്രം. എന്തുകൊണ്ട്? ഇതൊരു പരീക്ഷണമായിരുന്നു. ഇതൊരു പരീക്ഷണമാണ്.
മനുഷ്യന്റെ തലച്ചോറിൽ കിടക്കുന്ന ബുദ്ധിക്ക്, മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്താശേഷികൾക്ക് പരിമിതിയുണ്ട്, അതിനൊക്കെ ബോർഡറുകളുണ്ട്, അതിന് ചില ലിമിറ്റുകളുണ്ട് എന്ന് ബോധ്യപ്പെടാത്തവർക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ സൂയസ് ഉൾക്കടലിന്റെ അരികത്ത് വന്നുകൊണ്ട് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം 12,000-ഓളം വരുന്ന അനുയായികളുമായി കടൽ മുറിച്ചു കടക്കാൻ വന്നതല്ല. അവർ ഒരൽപ്പം കൂടെ 4-5 കിലോമീറ്റർ ഇടത്തുകൂടെ സഞ്ചരിച്ചാൽ കരമാർഗം ഇന്ന് സൂയസ് കനാൽ നിൽക്കുന്ന ഭാഗത്തുകൂടെ കരയിലൂടെ പുറത്തേക്ക് പോകാൻ കഴിയും. പക്ഷേ രാത്രിയിൽ വഴിയറിയാതെ കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ മൂസ നബിയേ ഇദ്രിബ് അസ്വാകൽ ബഹർ, അങ്ങയുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു അസവുണ്ട്, ആ ഒരു വടി കൊണ്ട് കടലിലടിച്ചോളൂ മൂസ നബിയെ എന്ന് പറഞ്ഞപ്പോ സമുദ്രം 2 പാതിയായി മാമലകളെ പോലെ വെള്ളം മാറി നിന്നു എന്ന് പറയുന്ന ബൈബിളും ഓൾഡ് ടെസ്റ്റമെന്റിലും കാണപ്പെടാൻ കഴിയുന്ന എക്സോഡസിന്റെ ചരിത്രം പറയുന്ന മൂസ നബി അലൈഹിസ്സലാമിന്റെയും ബനു ഇസ്രായേലുകളുടെയും പലായനം നടന്ന കഥ, ആ മുഅ്ജിസത്ത് മനസ്സിലാകുന്ന മുഅ്മിനീങ്ങൾക്ക് മിഅ്റാജ് മനസ്സിലാക്കാൻ കഴിയും. وسخرنا له الريح സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം, ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട മകൻ സുലൈമാൻ അലൈഹിസ്സലാം ഒരേ സമയം രാജാവും അതോടൊപ്പം പ്രവാചകനുമായിരുന്ന മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം ഉദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ, രാവിലെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള യാത്രക്കാണ് ഉദുവ് എന്ന് പറയാം. കാറ്റ് നാം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വസഖർനാ ലഹു റീഹ്, വിമാനങ്ങൾ കണ്ടെത്തുന്നതിന്റെ മുമ്പ്. ഖുർആൻ വലിയ അത്ഭുതമല്ല മുഅ്മിനെ, ആലോചിച്ച് നോക്കൂ. ആകാശത്തുകൂടെ വായുവിലൂടെ മനുഷ്യൻ യാത്ര ചെയ്തു എന്ന് ഖുർആൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ? വസഖർനാ ലഹു റീഹ്. ഇന്ന് മനുഷ്യന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു പേടകം വേണം, ഫ്ലൈറ്റ് വേണം, ഒരു എയർക്രാഫ്റ്റ് വേണം, ഒരു സ്പേസ് ഷട്ടിൽ വേണം. ഇങ്ങനത്തെ ഒരു ടാഞ്ചിബിൾ ഒരു മാറ്ററും ഇല്ലാതെ, ഒരു മാസ് ഇല്ലാതെ സുലൈമാൻ നബി യാത്ര ചെയ്യിച്ചതിനെയാണ് സുലൈമാൻ നബിയുടെ മുഅ്ജിസത്ത് എന്ന് മനസ്സിലാക്കുന്നത്. അത് മുഅ്ജിസത്താണ്. അല്ലെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ യു നീഡ് സംതിങ് ടു സിറ്റ് ഓൺ, അല്ലേ? ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. കാറ്റിലൂടെ മുസ്ലിമീൻ, ഫലസ്തീനിൽ കിടക്കുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങ് തെക്ക് കിഴക്കേ അറ്റത്ത് കിടക്കുന്ന യമനിലെ സബ എന്ന് പറയുന്ന നാട്, ഷിബ എന്ന് പറയുന്ന നാട്, അതാണ് സബ. സബയിലെ രാജ്ഞിയാണ് ബിൽഖീസ്. ആ ബിൽഖീസും പരിവാരങ്ങളും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് അവർ മുഅ്മിനീങ്ങളായി കടന്നു വന്ന് ഫലസ്തീനിലെത്തിയിട്ടുണ്ട്, ജെറൂസലേമിലെത്തിയിട്ടുണ്ട്. അവർ കൊട്ടാരമുറ്റത്തേക്ക് എത്താറായിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകളെ വേണ്ടു, ആഴ്ചകളും മണിക്കൂറല്ല, മിനിറ്റുകളെ കൊണ്ട് അവർ കൊട്ടാരത്തിലേക്ക് എത്തും. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇത് വിശുദ്ധ ഖുർആനാണ്, അയ്യുകും യഅതീനി ബിഅർശിഹാ, ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരിക? ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, അവർ ഇസ്ലാം സ്വീകരിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നെത്താറായിട്ടുണ്ട്. അവരിങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് യമനിൽ കിടക്കുന്ന സിംഹാസനം അത് മിനിമം 3000 കിലോമീറ്റർ അകലെയാണ്. 3000 കിലോമീറ്റർ വേണം ഫലസ്തീനിൽ ഷീബയിലേക്ക് എത്താൻ. മിനിമം 3000 കിലോമീറ്റേഴ്സ്. ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ അതൊരു ഏകദേശം 3.5 മണിക്കൂറോളം സമയമെടുക്കും, 4 മണിക്കൂറിനടുത്ത് സമയമെടുക്കും. ആ ദൂരം ആരാ എനിക്ക് പെട്ടെന്ന് കൊണ്ടുവരാ? അപ്പൊ ജിന്നുകളിൽപ്പെട്ട വലിയൊരു ജിന്ന് പറഞ്ഞു, എന്ത്, 1 മണിക്കൂർ സമയം നിന്നാ ഞാൻ കൊണ്ടുവരാം. ആ ജിന്നിന്റെ കഴിവെന്തായിരിക്കും? 1 മണിക്കൂർ സമയം നിന്നാ ഞാൻ അത് കൊണ്ടുവരാം. പക്ഷെ 1 മണിക്കൂർ സമയം വേണം. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك.
അങ്ങ് ഖളാഇന് വേണ്ടി ഇരിക്കുന്ന 1 മണിക്കൂർ സമയം, അത് എണീക്കുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. 1 മണിക്കൂർ സുലൈമാൻ നബി പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഇപ്പം കൊണ്ടുവരണം. ഇതൊരു ഹദീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലർ ഇതിനെ ലൈഫാക്കും, അല്ലെങ്കിൽ മൗദൂ ആക്കി വരെ വിടും. ഇത് ഖുർആനാ. ആലോചിച്ച് നോക്കൂ, അള്ളാന്റെ കലാമിൽ വന്നതുകൊണ്ട് സമഅൻ വതാഅ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഇത് ബുദ്ധിക്ക് നിരക്കണില്ലല്ലോ, അതുകൊണ്ട് ശരിയാവില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു റാവിൻ്റെ ഇടയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മുൻഖത്തി ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, മുർസലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിനങ്ങനെ സൈഡാക്കും. കാരണം എന്തേ, ബുദ്ധിക്ക് നിരക്കണില്ല. എന്താ ഈ പറയണത്? ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ടെലിപ്പോർട്ടേഷൻ എന്നതിന് പറയാം. ടെലിപ്പോർട്ടേഷൻ. നമ്മൾ ടെലിഫോൺ ചെയ്യും, ഇനി ടെലിപ്പോർട്ട് നടക്കും ലോകത്ത്. സാധനങ്ങളെ കൊണ്ടുവരിക, പെട്ടെന്ന് സാധനങ്ങൾ, കൊറിയറുകാരനോ ബൈക്കുകാരനോ ഡെലിവറി ബോയ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സാധനങ്ങളെ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ലോകത്ത് വരാം. ഒരു വലിയനുണ്ടായ ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്നൊരു വലിയ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് ജിന്നിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞത് സെക്കൻഡുകൾ എന്നല്ല, മൈക്രോ സെക്കൻഡ്സ്. മഹാൻ പറഞ്ഞെന്താണെന്നറിയോ? വിത്തിൻ ദ ബ്ലിങ്ക് ഓഫ് യുവർ ഐ. നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. ഒന്ന് കണ്ണു ചിമ്മിക്ക് എത്ര സമയം? 1 സെക്കൻഡിനേക്കാളും താഴെയാണ് അല്ലേ? കണ്ണ് ചിമ്മി തുറക്കും. കണ്ണ് നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് മിഅ്റാജ് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇത് ഖുർആനല്ലേ? ഇതൊക്കെ ഹബീബിൻ്റെ മഖാമുകളെ മനസ്സിലാക്കാൻ അള്ളാഹു ചെയ്തു തരുന്ന ചില അടിസ്ഥാന തംഹീദുകളാണ്. ഇതൊക്കെ ചില അസ്ഥിവാരം ഇട്ടുതരാണ്. ഇനി വരാൻ പോകുന്ന അന്ത്യപ്രവാചകന്റെ ജീവിതം നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് മനസ്സിലാക്കണം. കണ്ണ് തുറന്നപ്പോഴേക്കും 1 സെക്കൻഡ് എടുത്തിട്ടില്ല. ഷീബാ രാജ്ഞിയുടെ സിംഹാസനം മഹാനായ സയ്യിദുന സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അതാ കിടക്കുന്നു. ഒരാൾക്ക് ഇങ്ങോട്ട് നീക്കിയിടേണ്ടി വരികയും എങ്ങനെ അത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ വന്നു? കൊട്ടാരത്തിന്റെ ഗേറ്റിനുള്ളിൽ കൂടെ വരണ്ടേ? ചുമര് പൊളിച്ചിട്ടുണ്ടോ? ജനല് പൊളിച്ചെടുത്തിട്ടുണ്ടോ? ഈ കൊട്ടാരം, ഈ ഒരു സിംഹാസനം, കൊട്ടാരല്ല സിംഹാസനം, മഹദി ഇരുന്നിരുന്ന ആ ഒരു ചെയർ കണ്ണിമ വട്ടിയപ്പോഴേക്കും ഇവിടെയുള്ള ഒരു സാധനം ഇങ്ങോട്ട് നീക്കി വെക്കണമെങ്കിൽ ഒരു 4-5 സെക്കൻഡെങ്കിലും എടുക്കൂലേ? 4-5 സെക്കൻഡ് എടുക്കൂലേ? ഇവിടെയുള്ള സാധനം ഒന്നും ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അല്ലേ? ഈ ഒരു ബോട്ടിൽ ഇവിടെ നീക്കണമെങ്കിൽ ഒരു 2 സെക്കൻഡ് എടുക്കൂലേ മിനിമം? കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വലിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. ജിന്നുകൾ പറഞ്ഞു, ഞങ്ങൾ അതൊന്നും കഴിയില്ല, ഞങ്ങൾക്കൊരു മണിക്കൂർ സമയം വേണം. ജിന്നുകളുടെ നേതാവ് പറഞ്ഞതാ. അതിൽ വലിയ പോട്ടർമാരൊക്കെ ഉണ്ടാവുകയെ, അതിൽ ഏറ്റവും മസിലുള്ള ജിന്ന് പറഞ്ഞ വാക്കതാ, 1 മണിക്കൂർ നേരം എനിക്ക് വേണം, ഞാൻ തരാം. 3000 കിലോമീറ്റർ അല്ലേ, അതൊക്കെ നമ്മൾ കൊണ്ടുവരാം, 1 മണിക്കൂർ സമയം തരണം. പറ്റില്ല. فلما رآه مستقرا عنده قال هذا من فضل ربي. ആ സിംഹാസനം കൺമുമ്പിൽ കാണുമ്പോ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിന് നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നതാണ്. നമ്മൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കൂലേ വീടിന്റെ മുമ്പിലൊക്കെ? ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. അതിനിപ്പുറത്ത് എന്താണുള്ളതെന്നറിയോ? എന്നെ പരീക്ഷിക്കാൻ അല്ലാഹു തന്ന ഔദാര്യമാണ്. ഞാൻ നന്ദി ചെയ്യുന്ന അടിമയാണോ അല്ല നന്ദികേട് ചെയ്യുന്ന അടിമയാണോ? വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴേ ഞാൻ ഈ വീടിനോട് നന്ദി ചെയ്യുന്നുണ്ടോ പടച്ചോനെ, അള്ളാഹുവിനോട് നന്ദികേട് ചെയ്യുന്നുണ്ടോ? എൻ്റെ മക്കൾ ഈ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടോ? നിസ്കരിക്കുന്നില്ലേ? ഒരു പൊര കൊടുത്തിട്ടേ ഇവർക്ക് സുബഹിക്ക് എണീക്കാൻ പറ്റുന്നില്ലല്ലേ? പറ്റുന്നുണ്ടോ?
ഇത് നോക്കാൻ എനിക്ക് അല്ലാഹു തന്ന പരീക്ഷണമാണിത്, ഇതെൻ്റെ അവൻ്റെ ഔദാര്യമാണ്, പക്ഷേ ഇതെന്നെ പരീക്ഷിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തുള്ള ആയത്തിൻ്റെ അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതെൻ്റെ ഔദാര്യം മാത്രം എന്ന് പറഞ്ഞ് എണീറ്റ് പോകണ്ട, ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി ചെയ്യണോ നന്ദി ചെയ്യുകയാണോ, ഇതറിയാൻ അല്ലാഹു എനിക്ക് തന്ന ഔദാര്യമാണിത്. അപ്പം ഔദാര്യം മാത്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ മറന്നു പോകണ്ടേ. അത് വലിയ ഗൗരവമുള്ളൊരു വാക്കാണത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫർ. സുലൈമാൻ നബി പറഞ്ഞ വാക്കാണത്. സിംഹാസനം കൊട്ടാരത്തിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഇതെൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി കേട് ചെയ്യുന്നുണ്ടോ എന്ന്. യാ അല്ലാഹ്, അള്ളാഹു നമ്മുടെ വീടുകളിൽ ബറക്കത്ത് തരട്ടെ, നമ്മുടെ മക്കളിൽ അള്ളാഹു നന്മയെ തരട്ടെ, അവരൊക്കെ സ്വാലിഹീങ്ങളായി ജീവിച്ചു കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പുണ്യനബിയെ അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അംബിയാഇന് ഇതിൻ്റെ ചില മിനിയേച്ചറുകൾ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. حتى لبحر النور جبريل وقف في شته غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوما صلوا عليه وسلموا تسليما. പ്രകാശത്തിൻ്റെ മഹാസമുദ്രം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബിയേ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ എനിക്ക് പെർമിഷൻ ഇല്ല നബിയേ. 7 ആകാശങ്ങൾ, ഒരാകാശത്ത് നിന്ന് അടുത്ത ആകാശത്തേക്ക് ഭൂമിയിൽ നിന്ന് 1-ാം ആകാശത്തിൻ്റെ ആ തലത്തിലേക്കുള്ള ദൂരമുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അതിരെവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന അത്ഭുതം. പക്ഷെ അതിരില്ലേ, ഉണ്ടാവണമല്ലോ. ഈ ദുന്യാവെന്ന് പറയുന്നത് ഇൻഫിനിറ്റ് അല്ല, അനന്തമായത് അങ്ങനെ ഉണ്ടാവില്ല. ഇത് മഖ്ലൂഖായത് ലാ മഹ്ദൂദാവൂല, അത് മഹ്ദൂദാണ്. ഇത് ഫൈനൈറ്റ് ആണ്, പക്ഷെ ഇൻഫിനിറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുക. അറ്റമില്ല എന്ന് തോന്നും. അറ്റല്ലാന്നോ? അറ്റുണ്ടല്ലോ. അപ്പം നമ്പറുകൾക്കൊക്കെ ഒരു അറ്റുണ്ടാവൂലേ? നമ്മൾ അറ്റല്ല, നമ്മൾ 100,000, പിന്നെ മില്യൺ, ബില്യൺ, ട്രില്യൺ, ഇങ്ങനെ ഒരുപാട് സില്യൺ, ഒരുപാട് കണക്കുകൾ പറയും. പക്ഷേ ഒരു ഫൈനൽ നമ്പർ ഉണ്ടാകണം. ആ നമ്പർ നമുക്ക് പറയില്ല എന്നേ ഉള്ളൂ. അനന്തത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. പക്ഷെ ഇതിന് അന്ത്യമുണ്ട്, ഇതിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി എവിടെയാണോ അതിനെയാണ് അസ്സമാഉദ് ദുനിയ, 1-ാം ആകാശം എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് കണ്ടെത്താനായിട്ടില്ല. 1-ാം ആകാശം പോയിട്ട് മിൽക്കി വേ തന്നെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ മനുഷ്യരെ കൊണ്ടാവില്ല. ഒരു നാസക്കും കഴിയില്ല, ഒരു സയൻറ്റിസ്റ്റിനും കഴിയില്ല. നമ്മൾ എത്രയോ അടുത്തായി കളിക്കുന്നത്, എത്രയോ അടുത്താണ്. അതിൻ്റെ എത്ര ദൂരങ്ങളിലാണ്. ദശലക്ഷക്കണക്കിന് ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അകലെ കിടക്കുന്ന താരസമൂഹങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ. ഒന്നും മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി വരാൻ അവിടെ എത്താൻ കഴിയില്ല. കോടിക്കണക്കിന് കൊല്ലങ്ങളെടുക്കും അങ്ങോട്ട് എത്തണമെങ്കിൽ. പോകുന്ന സ്പീഡ് 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ. 3 ലക്ഷം കിലോമീറ്റർ നടക്കൂല. എൻ്റെ ഹബീബ് അതൊക്കെ യാത്ര ചെയ്തു എന്ന് അല്ലാഹു ജല്ല ജലാലുഹു